തോറ്റു. മാഡം പ്ലീസ്, കസ്റ്റഡി മരണം കാരണം ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാ ഇവര്. മകനെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ വരുമ്പോ സ്വാഭാവികമായിട്ടും ഇവർക്ക് ദേഷ്യം തോന്നില്ലേ? എന്നോടുള്ള സ്വാതന്ത്ര്യം കാരണോ അമ്മ എന്നെ അടിച്ചത്, അല്ലാതെ യൂണിഫോമിനോടുള്ള മര്യാദകേട് കാരണമല്ല. ഇത്തവണത്തേക്ക് മാഡം ഒന്ന് ക്ഷമിക്കണം പ്ലീസ്. ഇവരുടെ പ്രായം കൂടി കണക്കിലെടുത്ത് ഒരു തവണത്തേക്ക് ക്ഷമിക്കാൻ മാഡം. ഈ ഒരു തവണത്തേക്ക് ഞാൻ ഇവരോട് ക്ഷമിക്കാം. എന്താ എന്താ ഇവിടെ നടക്കുന്നേ? എന്താ അമ്മേ, എന്താ കാര്യം? നിന്റെ അച്ഛനെ കൊന്നത് ഗിരിയാണെന്നാ പോലീസുകാരുടെ കണ്ടുപിടുത്തം. അവനെ അറസ്റ്റ് ചെയ്യാനാ വന്നിരിക്കുന്നത്. എന്താ മാഡം ഇത്? ഗിരീട്ടൻ അങ്ങനെ ആരെയും ദ്രോഹിക്കില്ല. ദേ, മരിച്ചയാളുടെ മകള് പോലും ഗിരിയാണ് കുറ്റവാളിയെന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെ മരിച്ചവരുടെ കുടുംബത്തിന് തോന്നുന്ന പോലെ അന്വേഷണം നടത്താനല്ല സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തന്ന് ജോലിക്ക് വെച്ചിരിക്കുന്നത്. ഗിരിക്കെതിരെ ശക്തമായ തെളിവുകളുണ്ട്. അവനോട് മര്യാദയ്ക്ക് കീഴടങ്ങാൻ പറ. ഞങ്ങളായിട്ട് പിടിക്കുകയാണെങ്കിൽ പിന്നെ പെരുമാറുന്ന രീതി സങ്കല്പിക്കാൻ പോലും പറ്റില്ല. തെറ്റൊന്നും ചെയ്യാത്ത അവനെ നിങ്ങൾ എന്തിനാ ക്രൂശിക്കുന്നത്? തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവൻ എന്തിനാ ഒളിച്ചു നടക്കുന്നത്? ദേ, അന്വേഷണവുമായിട്ട് സഹകരിച്ചാൽ അവന്റെ നിരപരാധിത്വം ഞങ്ങൾ തെളിയിക്കും. നിങ്ങളെ ഒരു തവണ വിശ്വസിച്ചപ്പോ എനിക്ക് എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു. ഇനി മകനെ നഷ്ടപ്പെടുത്താനുള്ള ഉദ്ദേശം എനിക്കില്ല. ഇവരോടൊക്കെ സംസാരിച്ച സമയം കളയേണ്ട ഒരു കാര്യമില്ല. താൻ എല്ലാ സ്റ്റേഷനിലേക്ക് മെസ്സേജ് അയക്ക്. ഗിരി ഏത് പാതാളത്തിൽ ചെന്ന് വിളിച്ചാലും 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് അവനെ കിട്ടണം. യെസ് മാഡം.